നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചും ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചും ഇന്നത്തെ ദിവസം വളരെ സുപ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും സുതാര്യമായി നടക്കേണ്ട പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു ഘടകങ്ങളും സ്വാധീനിച്ചുകൂടുക. അതാണ് ഒരു നല്ല ജനാധിപത്യത്തിൻ്റെ ലക്ഷണം. എന്നാൽ അതിന് വിഘാതമാകുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും ആ നിയമത്തെ ജുഡീഷ്യറി ഇന്ന് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ സംബന്ധിച്ചും ഇതൊരു സുവർണ ദിനമാണ്. ഇനി നമുക്ക് നോക്കാം, SBI വഴിയാണല്ലോ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിതരണം. ഒരേ ഒരു ബാങ്കിനെ ഇലക്ട്രൽ ബോണ്ട് നൽകാനുള്ള അവകാശമുള്ളൂ, അത് SBI ആണ്. അത് വളരെ പ്രധാനമാണ്, അതിലേക്ക് പിന്നീട് വരാം. എന്താണ് ഒരു ഇലക്ട്രൽ ബോണ്ട്? 1000 രൂപയുടെ ബോണ്ടുണ്ട്, 10,000 രൂപയുടെ ബോണ്ടുണ്ട്, 1,00,000 രൂപയുടെ ബോണ്ടുണ്ട്, 10,00,000 രൂപയുടെ ബോണ്ടുണ്ട്, 1 കോടി രൂപയുടെ ബോണ്ടുണ്ട്. ഇങ്ങനെ 5 ബോണ്ടുകളുണ്ട്. നിങ്ങൾക്ക് SBIയിൽ പോയിട്ട് ഇഷ്ടം പോലെ ബോണ്ടുകൾ വാങ്ങാം, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് നൽകാം. ഇവിടെ ഈ പുതിയ നിയമം 2018 പാസ്സാക്കിയ നിയമം അനുസരിച്ച് നിങ്ങളിപ്പോൾ SBIയിൽ പോയിട്ട് ബോണ്ട് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണം. എന്നാലേ നിങ്ങൾക്ക് ആ ബോണ്ട് വാങ്ങിക്കാൻ കഴിയൂ. നിങ്ങളത് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. എത്ര രൂപയാണ് ഈ സംഭാവനയായി ലഭിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വെളിപ്പെടുത്തണം. പക്ഷേ ഇവിടെ ഞാനാണ് SBIയിൽ നിന്നൊരു ബോണ്ട് വാങ്ങി BJPക്ക് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ പേര് BJP വെളിപ്പെടുത്തണ്ട. ഇതാണല്ലോ ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് അജ്ഞാതനായിരുന്നു കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയെയും സഹായിക്കാൻ കഴിയും. അങ്ങനൊരു സൗകര്യമാണ് ഈ നിയമത്തിലൂടെ വന്നത്. നോക്കൂ, ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 2018 മുതൽ 2023 വരെയുള്ള 5 വർഷത്തെ കണക്ക്, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ 16,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാജ്യത്ത് വിവിധ ആളുകൾ, വിവിധ കമ്പനികൾ സംഭാവന നൽകിയിരിക്കുന്നത്. 16,000 കോടി രൂപ. ഇതിൽ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 57% കിട്ടിയിരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് BJPക്കാണ്. അത് 9,120 കോടി രൂപയാണ്. എന്നാൽ രാജ്യത്തെ പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടി, ദേശീയ പാർട്ടി കോൺഗ്രസിന് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ലഭിച്ചിരിക്കുന്നത് കേവലം 925 കോടി രൂപയാണ്. അതായത് 10 ഇരട്ടിയാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമുണ്ട്. മണി ആൻഡ് പൊളിറ്റിക്സ്, ഇത് രണ്ടും കണക്റ്റഡ് ആണ് എന്ന് സുപ്രീം കോടതി പറയുന്നു. പണവും രാഷ്ട്രീയവും ഒരമ്മ പെറ്റ 2 മക്കളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തിനാണ് ഞാൻ സംഭാവന നൽകുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനി കനത്ത സംഭാവന നൽകുന്നത്? ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, 1 രൂപ പോലും ആരും ഒരാൾക്കും സൗജന്യമായി നൽകില്ല. അപ്പോൾ ഞാൻ 1 രൂപ മറ്റൊരാൾക്ക് നൽകുന്നെങ്കിൽ 2 രൂപയുടെ തിരിച്ച് പ്രത്യുപകാരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം പറയുന്നു, മണിയും പൊളിറ്റിക്സും ഒരമ്മ പെറ്റ 2 മക്കളെ പോലെയാണ് എന്നിരിക്കെ ഈ 9,120 കോടി രൂപ എന്തിനാണ് BJPക്ക് നൽകിയത്, ഭരിക്കുന്ന പാർട്ടിക്ക് നൽകിയത്? നോക്കൂ, അവിടെ കരാറുകൾ ലഭിക്കും, ലൈസൻസുകൾ ലഭിക്കും, പാട്ടങ്ങൾ ലഭിക്കും, ഇനി ചില ലോണുകൾക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലഭിക്കും. ഈ രീതിയിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക്, വ്യക്തികൾക്ക് നൽകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് വലിയ രീതിയിൽ ഈ ആളുകൾ ഈ സംഭാവന നൽകുന്നത്. അത്തരം ഔദാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി വേണമെങ്കിൽ നയം മാറ്റാൻ പറ്റും ഒരു സർക്കാരിന്. അതായത് ഇപ്പോൾ ടെലികോം സെക്ടർ മുഴുവൻ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതൊരു നയം മാറ്റമാണ് സർക്കാരിൻ്റെ. അപ്പോൾ എന്താ, 10 പേർ അവിടെ ബിഡ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ടാവും. അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഈ നയം മാറ്റുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ അജ്ഞാതനായിരുന്നുകൊണ്ടാണല്ലോ ഞാൻ ഈ പണമൊക്കെ നൽകുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതായത് ഞാനിപ്പോൾ 100 കോടി രൂപ കൊണ്ടുപോയിട്ട് BJPക്ക് കൊടുക്കുന്നു. BJP ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ BJPയെ കുറിച്ച് പറയുന്നത്. BJPക്ക് കൊടുക്കുന്നു. എന്നാൽ ഞാൻ അജ്ഞാതനായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് അനുകൂലമായൊരു തീരുമാനം BJP സർക്കാർ എടുക്കുന്നു. അതിൻ്റെ ഗുണഭോക്താവാണ് ഞാൻ എന്ന് ആരും അറിയുന്നതേയില്ല. അതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കുരുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാവുന്നൊരു നിയമമായിട്ടാണ് ഇത് നിന്നിരുന്നത്. അതിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി എടുത്ത് കളഞ്ഞത്. ഇനി നേരത്തെ സ്മൃതി പറഞ്ഞ പ്രശ്നം, SBIയിലേക്ക് പോകുന്നു, ഞാൻ ഒരു ബോണ്ട് വാങ്ങിക്കുന്നു. ബോണ്ട് വാങ്ങിക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ നേരെ ഈ പൈസ കൊണ്ടുപോയി കോൺഗ്രസ്സിന് കൊടുക്കുന്നു. കോൺഗ്രസ് അവിടെ പോയി വെളിപ്പെടുത്തുന്നു, എനിക്ക് ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ പേര് പറയുന്നില്ല. SBI പൊതുമേഖലാ ബാങ്കാണ്. അപ്പോൾ ആർക്കാണ് ഈ ബോണ്ട് കൊടുത്തത് എന്നുള്ളത് കൃത്യമായി SBIയുടെ ഡാറ്റയുണ്ട്. അതേപോലെ തന്നെ ഇതെവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഡാറ്റയുണ്ട്. കാരണം അത് റിഡീം ചെയ്യാനായിട്ട് തിരിച്ചിങ്ങോട്ടേക്കാണ് വരിക. ആ ബോണ്ട്, ഞാൻ കൊടുത്തിരിക്കുന്ന ബോണ്ട് റിഡീം ചെയ്യാനായിട്ട് SBIയിലേക്ക് തന്നെ വരിക. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക? ആർക്ക് പണം, ആര് ബോണ്ട് വാങ്ങി, അത് ആര് കൊടുത്തു എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിന് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താ? അങ്ങനെ അറിഞ്ഞാൽ ഇപ്പം ഞാൻ 500 കോടി രൂപ കോൺഗ്രസിന് കൊടുത്തു, 50 കോടി രൂപയാണ് BJPക്ക് കൊടുത്തത്.
ഞാനൊരു വ്യവസായിയാണെങ്കിൽ എന്നെ പീഡിപ്പിക്കാൻ പറ്റും. ഇതൊരു ഭയങ്കരമായ ഡാറ്റയാണ്. ഈ സാധ്യത കൂടി ഇതിനകത്ത് നിലനിന്നിരുന്നു. അപ്പോൾ അതെല്ലാമാണ് ഈ ഇതിനകത്ത് എടുത്തു കളഞ്ഞത്. ഇതിനകത്ത് അരുൺ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ വാക്കിന്ന് പിന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് എ ലീഗലൈസ്ഡ് കറപ്ഷൻ. അതെ. അപ്പോൾ ലീഗലൈസ്ഡ് കറപ്ഷൻ ആണെന്ന് മാത്രമല്ല, പിന്നെ ഈ പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മനോഹരമായൊരു വാക്കാണ് ഇന്ന് സുപ്രീം കോടതി ഉപയോഗിച്ചത്, ഇൻഫർമേഷൻ ബ്ലാക്ക് ഹോൾ. ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ തമോഗർത്തം എന്നാണ്, ഒരു ശാസ്ത്രത്തിലൊരു വാക്കാണ് തമോഗർത്തം. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ ഇരുണ്ട ഗർത്തം എന്ന് വിളിക്കുന്നത്. ഇതൊരു ഇൻഫർമേഷൻ ബ്ലാക്ക് ഹോൾ ആണെന്ന് കൂടി സുപ്രീം കോടതി പറഞ്ഞു. എന്താണ്, ആരാണ് ഈ പണം കൊടുത്തത്, ആർക്കാണ് ഈ നേട്ടമുണ്ടായത് എന്നൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്, എൻ്റെ വിവരാവകാശത്തിന്, അത് മൗലികാവകാശമാണ് ഇന്ത്യയിൽ, ആ മൗലികാവകാശത്തിനെതിരാണ് എന്നാണ് സുപ്രീം കോടതി ഇന്ന് കണ്ടെത്തിയത്. സുപ്രീം കോടതി ഒറ്റ കാര്യമേ ഇതിനകത്ത് പരിശോധിച്ചിട്ടുള്ളൂ, നിങ്ങൾക്കറിയാനുള്ള അവകാശം ഒരു ജനാധിപത്യ സമൂഹത്തിലുണ്ട്, അത് മൗലികാവകാശമായി അംഗീകരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ആ മൗലികാവകാശം, ആ ഫണ്ടമെൻ്റൽ റൈറ്റ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കോടതി കണ്ടെത്തി. ആ ഒറ്റ തീരുമാനത്തിൽ 3 നിയമങ്ങൾ മാറ്റപ്പെട്ടു. കമ്പനി നിയമം മാറ്റപ്പെട്ടു, ഈ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ ആക്ട് മാറ്റപ്പെട്ടു, അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് മാറ്റപ്പെട്ടു. സ്വാഭാവികമായിട്ടും, അതായത് ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി 3 നിയമങ്ങൾ കേന്ദ്ര സർക്കാർ മാറ്റിയിരുന്നു. ആ 3 നിയമങ്ങൾ സ്വാഭാവികമായും റദ്ദാക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ വലിയ രീതിയിൽ പണം സംഘടിപ്പിക്കും. നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 9,120 കോടി രൂപ പിന്നെ ഈ 18 മുതൽ 23 വരെ കിട്ടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. 10,000 കോടി എന്ന് കണക്ക് കൂട്ടാൻ എളുപ്പത്തിൽ നമുക്ക് വയ്ക്കാം. ഈ 10,000 കോടി രൂപ BJPയുടെ കയ്യിലെത്തി എന്ന് പറഞ്ഞാൽ 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. 20 കോടി രൂപയ്ക്ക് അടുത്തൊരു മണ്ഡലത്തിൽ ചിലവാക്കാനുണ്ടാകും. 20 crores. ഇനി വേണ്ട, ഒരു കണക്ക് തിരിച്ചിട്ട് 18 കോടി രൂപ മിനിമം ചിലവാക്കാൻ പറ്റും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. 543 എന്ന് പറയുന്നത് മീഡിയ സ്പേസ് വാങ്ങിക്കാം, വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് പൈസ കൊടുക്കാം, അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും അഡ്വർടൈസ്മെൻറ്റ് നടത്താം. പണശക്തി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമാണ്. ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിന് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് പണശക്തി ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു നിങ്ങളുടെ എതിരാളികൾക്ക് പണശക്തി ഇല്ലാതാക്കുക കൂടി ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ 9,120 കോടി രൂപ BJPയുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ 925 കോടി രൂപ മാത്രമാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക്. 2 കോടി, അതായത് കോടി BJP ഒരു മണ്ഡലത്തിൽ ചിലവാക്കുമ്പോൾ 2 കോടി രൂപയാണ് കോൺഗ്രസിന് ചിലവാക്കാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പണശക്തി, ഒരു ബൂത്ത്, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ബൂത്ത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ എത്ര രൂപ വേണമെന്നറിയാം. ആളുകൾ വെറുതെ ഒന്നും ഈ പ്രചാരണത്തിനൊന്നും ഇറങ്ങില്ല. ഈ പറയുന്ന സ്ക്വാഡ് വർക്കിന്, വീടാന്തരം കയറി ഇറങ്ങുന്നതിന് അവർക്ക് ഭക്ഷണം, കുടിവെള്ളം, യാത്ര ഇതെല്ലാം നൽകണം. അങ്ങനെ ഒരു മെഷീനറി പ്രവർത്തിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി ആരാണെന്നെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റൂ ആളുകൾക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കി എതിരാളികൾക്ക് കിട്ടേണ്ട പൈസ കൂടി കിട്ടാതാക്കി അവരെ ദുർബലരാക്കുക എന്നൊരു ഒരു നീക്കം കൂടി ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഞാൻ ഇതിൽ അവസാനിപ്പിക്കുന്നത്, ഇതൊരു നല്ല വിധിയാണ്. ഈ വിധി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചും ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചും പ്രതീക്ഷ നൽകുന്നൊരു വിധിയാണ്, പ്രതീക്ഷ നൽകുന്നൊരു ദിവസമാണ്. Meet the editors.